മണ്ണെടുത്തില്ല തുടങ്ങിയ തിളങ്ങണ്ട പച്ച. ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിൽക്കണുണ്ടോ ഒന്നായിട്ടില്ല, പുതിയൊരു സംരംഭമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോമ്പർപ്പിക്കല. ഞങ്ങളവിടെ നോമ്പർപ്പിക്കൽ എന്നൊക്കെ പറയല്. നിങ്ങളവിടെ എന്താ പറയാന്ന് നമുക്ക് അറിയില്ല. നോമ്പ് തക്കാരം, നോമ്പ് തുറ, അങ്ങനെ പല രീതിക്ക് പറയും നമുക്ക്. പക്ഷേ ഇന്ന് പുതിയൊരാളുണ്ട് കേട്ടാ. ഇതൊന്നും വീഡിയോയിൽ വരില്ല, വീഡിയോ വരാത്ത ഒരാളാണ്. ഇന്ന് വേറെ കുറെ ആൾക്കാരൊക്കെ ഉണ്ടാവും. നമ്മുടെ ടീംസിന്റെ മൊത്തം ക്ലബ് നടത്തുന്ന പരിപാടിയാ കലിപ്സ്. പറഞ്ഞാലൊന്നും മനസ്സിലാവാത്ത പുതിയ സംഭവങ്ങളാണ്. പുതിയ ആൾക്കാരല്ലോ, നമ്മളൊക്കെ പുതിയ ആൾക്കാരല്ലേ. പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാല് കാര്യങ്ങളൊക്കെ സ്മൂത്ത് നടക്കണമെങ്കിലേ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, എല്ലാം ചെയ്യും. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. എല്ലാവരും സപ്പോർട്ട് എല്ലാം വേണം. നമ്മൾ ഫസ്റ്റ് ഒരു വീഡിയോ ഇട്ടാണ്, അതിന് കുഴപ്പമില്ല, എന്താ അങ്ങനെ തന്നെ കുഴപ്പമില്ല. സംഭവം പറഞ്ഞിരിക്കണേ നമ്മളിപ്പോ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വരാറുണ്ട്. ഓണാണ്. സൽമാൻ എന്ത് പറയല്ലേ പരിപാടി നമുക്ക് ഷെയറാക്കണം. നാച്ചിനോട് പോയേക്കാം പൊട്ടൻ തന്നെ. മോനെ എന്തൊക്കെ വരാളേ മറ്റേനാണ്. എല്ലാരും അടി വിട്ടാ ക്യാമറ എടുത്തിട്ട് ചെന്നാലേ. എന്താ ഞങ്ങളെല്ലാരും ക്യാമറ എടുത്തിട്ട് പേടി. ഞങ്ങൾക്കല്ല എന്റെ അനിയനോടെ അനിയന്റെ സ്കൂളിലത്തെ കഥകളൊക്കെ 2ാം ക്ലാസ്സിൽ എടുത്തിട്ടുള്ളൂ ചക്ക. അവനക്ക് പെണ്ണ് തെറ്റേക്കണേ. കുട്ടികളൊക്കെ അങ്ങനെയല്ലേ, 30 കുട്ടികളൊന്നും. ഈ ചെക്കനക്ക് പെണ്ണുണ്ട്. അനക്ക് പെണ്ണുണ്ടോ സൽമാനെ? അനക്ക് പെണ്ണുണ്ടോ? അത് അന്റെ പെണ്ണിന്റെ പേര് പറഞ്ഞെടുത്താ വാടാ. ആർക്ക് എന്താണ് അത്? എല്ലാരും കൂടി പൊക്കിയാ പോങ്ങു. ഇത് നമ്മളെ KKBP നെടുന്തൂൺ സായി സായി ഇവിടെന്നാ. ഇത് പാട്ടുകാരനാട്ടാ, ഇൻസ്റ്റയിലൊക്കെ തരംഗാണ്. സായി ഇങ്ങനെ പാടാ. രണ്ടാൾ നാച്ചിച്ച് എന്ത് തകിലും കാര്യമില്ല, ഇതൊക്കെ വരും. ഇതൊന്നും കട്ടിയില്ല. ഞാൻ നല്ല ഡ്രസ് മാറ്റിട്ട് വരാം. എന്റെ ഭാഗാ. പിന്നെ സ്റ്റേജിൽ കിടന്നിട്ട് കൊര വിടണ ഇവിടെ എല്ലാരും കിട്ടുന്നുണ്ട്. എന്നിട്ടാണ് ഇതെല്ലാം സുഖം കിട്ടും ഇങ്ങനെ പിടിക്കാൻ. ഈ സാധനം നല്ല സുഖമുണ്ട് ഇങ്ങനെ പിടിച്ചാൽ മതി. ആരത്തിനും വെള്ളമുണ്ട്. സായി എനക്ക് എന്താ ഇജാ സ്റ്റേജിൽ കയറി പാട്ട് പാടുന്ന ആളല്ലേ, എനക്ക് ഇത്ര പേടിയാ? ഈ സംരംഭത്തിൽ എനിക്ക് എന്താ പറയാനുള്ളത്? എന്തെങ്കിലും പറയുള്ളൂ. ആ കുഞ്ഞനൊക്കെ എപ്പോഴാ വരിക? സായി 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 ഇതാണ് ഞങ്ങളെ കലിപ്സിന്റെ നെടുന്തൂണത്. സെന്റർ ബാക്ക്, അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ഞാൻ തന്നെ. അതിനൊക്കെയല്ലേ. ഇതാണ് ഞങ്ങൾ അഫ്സർ മോൻ. എന്തേലും പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയില്ല, ഒന്നും പ്രത്യേകിച്ച് ഒന്നും പറയില്ല. ഇത് തന്നെ എല്ലാവർക്കും ചെറുതായിട്ടൊക്കെ പരിചയം ഉണ്ടാവും അല്ലേ? ആരാണിത്? റൈഫാങ്കൊക്കെ പൊലം പണിയിലാണ്. നോമ്പ് പോയിട്ട് പണിയെടുക്കാം. റെസ്റ്റ് ഇല്ലാത്ത പണിയാ. നെടുന്തൂൺ
അറ്റാക്ക് മിഡ്ഫീൽഡർ. മറ്റേ മാച്ച് കിട്ടിയാ കിട്ടിയ വിളിച്ചാ എന്തായാലും പായ എടുക്കാം നിസ്കരിക്കാൻ കയ്യൊക്കെയുള്ള വെള്ളം വയറ് ടേബിള് ഫ്രൂട്ട്സ് കട്ട് ചെയ്യാൻ കുളിക്കണോ പോയിട്ട്? കുളിക്കണ്ടല്ലോ, ഇന്ന് നേരല്ലോ. എനിക്ക് വരെ പോയിട്ടേ വരെ പോയിട്ട് എന്തായാലും എടുക്കണം. ഐസ് ക്യൂബ് എടുക്കാണ്ട്. ജെസിമോൻ ക്യാമറ ബാക്ക് ചെയ്ത് വേറെ കുറച്ച് ഇതാട്ടെ നാക്ക് പുറത്തിട്ട് എന്തിന് പലതുകൊണ്ട് ഞാൻ പൊക്കി കഴിഞ്ഞ എന്റെ കൈ ഇടലട്ടെ കൈ വെയ്യാത്തോണ്ടല്ലേ വിരിക്കണ അതൊക്കെ നാച്ചിക്ക് അറിയാ. നാച്ചിനോട് എന്താണ് സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് എത്ര നോമ്പ് പറഞ്ഞോട്ട് പറഞ്ഞ എന്തിനാണ് നോമ്പ്? അന്റെ പാപ്പനെ പറയണ്ട എനിക്ക്. പാപ്പനെ പറയണ്ടല്ലേ. അന്റെ പാപ്പനെ കാണട്ടോ. അവരുകളെ വിളിക്കണം. നാച്ചി അവറുകളതാ നല്ല അണിഞ്ഞൊരുങ്ങി പുതിയ പ്ലേ വരുന്നതാ. തൊണ്ട കാണിച്ചാ നോക്കൂ എന്താ ഇത്. ആരെ കാണിക്കാനാണ് ഇങ്ങനെ വരുന്നത്? എന്നെ ആരും കാണൂല. വീഡിയോ ഇങ്ങനെ കൊറേ നേരം എന്തിനാ പെടുത്ത് ഇജ്ജ് മാറി നോട്ടാ. ഇജ്ജ് കൊറേ നേരം ഒന്ന് പോടാ. കൊറേ നേരമല്ലേ ജി. കലിപ്സിന്റെ നെടുന്തൂണായ ഇർഫാനെ പരിചയപ്പെടാം. അതിപ്പോ അങ്ങനെ തന്നെയാണല്ലോ. നമ്മള് ഉള്ള പേര് പറയണ്ടേ. കലിപ്സിനൊരു പ്രൊമോഷനാവും, നമുക്കൊരു മുതൽക്കൂട്ടാവും അല്ലേ? അല്ലേ ചുള്ളേ? എനക്കെന്താ ഈ സംരംഭത്തിൽ പറയാനുള്ളത്? എന്താ ആർക്കൊന്നും പറയല്ലേ? പിന്നെ എന്തിനാ ഓണൊക്കെ വെച്ചിക്കണേ? എനിക്ക് നോമ്പർപ്പിക്കലെന്ന് വെച്ചാൽ എന്താ പറയാനുള്ളത്? കാണാപ്പാടം ഇതണ്ടാ ഇവിടെ ഒരു പണി കാണിച്ചില്ല. ഒരുത്ത കുളിച്ചിട്ട് ഫുള്ള് പണിയാണ്. ഇപ്പോൾ കുളിച്ചു വന്നു. നമ്മുടെ ചുള്ളിന്റെ കോലൊക്കെ നോക്കി ചെയ്യും. ചെക്കൻ കുളിച്ചില്ലെങ്കിൽ ലുക്കാണ്. കർമ്മകൊണ്ട് നടന്നാ മതി. ഫുള്ള് നോക്കും ആൾക്കാര്. കൊടുത്താ എടാ കേസൊക്കെ പറഞ്ഞാലേ നമുക്ക് പ്രേക്ഷകർ വരുള്ളൂ. എടാ നാച്ചി എനിക്ക് തൊള്ള മാത്രമേ ഉള്ളൂ കേട്ടാ. നാച്ചിക്ക് തൊള്ള മാത്രമേ ഉള്ളൂ. വീഡിയോ ഓണാക്കിയ ശരിയാ. ഞാൻ വീഡിയോ ഓണാക്കി പറഞ്ഞല്ലോ. മൂത്തോരങ്ങനെ അടിക്കാൻ നിക്കണ്ടട്ടാ. മനസ്സിലായോ? വളഞ്ഞിട്ട് അടിക്കന്നെ. ഭയ ഭയ കല്ലും നിൽക്കണ്ട. ഈ കിണറ്റിന്നോ കൈക്ക് പരിക്കാന്നുള്ള കാരണല്ലോ. പിടിച്ചു അങ്ങ് ബന്ധമല്ലയാ.
ഞാനാ ഒന്നും കട്ടിയാണ്ട് ഇട്ടാൻ കൊണ്ടകളൊക്കെ വാഴക്കാട്ടി വലിപ്പള്ളേ. ഐസ് ക്യൂബ് എടുക്കാനേ പോകണുള്ളൂ. കുളിക്കണമെന്നില്ല, നേരെ ചേരാ കുളിക്കാനൊന്നും പൊക്കി പിടിക്കണില്ലേ. കുളിക്കാതിരിക്കാനുള്ള കാരണം രാവിലെ വെള്ളമാക്കിട്ട് വരും. അതൊക്കെ മതിയടാ. അങ്ങനെ ഒരാള് കുളിക്കണ്ടോ കുളിക്കണില്ലെന്ന് മനസ്സിലാക്കുക. മനസ്സിലാവും. അതെന്താ ബാത്റൂമിൽ കയറി നോക്കിയാ ഇന്നലെ ഷർട്ടും പാന്റും ഇട്ടിട്ട് വരും. എടാ അതിനെന്താ ഒരാള് ഇന്നലെ ഇട്ടത് മിഞ്ഞാന്നിട്ട് അങ്ങനൊന്നും ഇല്ല. നമ്മളിപ്പോ സിനിമാ നടന്മാരും അങ്ങനൊന്നുമല്ലല്ലോ. ആകെ 2-3 ഡ്രസ്സും ഉണ്ട്, ദിവസം മാറ്റി മാറ്റി വിടും. ഒരു ജഗ്ഗും വെള്ളം കൊണ്ടുപോയി കുറച്ചുകൂടി ചെറുതാക്കി അല്ലേ? നമ്മൾ അതിൻ്റെതായ കുറച്ച് കാര്യങ്ങളൊക്കെ വില്ലേജ് ഒന്ന് അതൊന്നും കാണിച്ചു കൊടുത്തില്ലേ? പ്രൊഫഷണൽസ് കാണിച്ചു കൊടുക്കും. ഒരാള് വന്നിക്കണു മാറി നാളെ ഒരു ജഗ്ഗിൽ വെള്ളം കൊണ്ടുവരാ. ഇത് കേൾക്കണ്ടേ? ആറുമണിയാ മുന്നേ പെട്ടെന്നല്ല അമ്മ മിക്കവാറും കളിക്കളത്തി ഇട്ട് ചുള്ളി അവിടെ എവിടെ സ്പീഡല്ലേ പോയിന്റ് എടുക്കാനുള്ളൂ. നമുക്ക് അവിടെ പോയിട്ട് ഇത് മറ്റേ വീഡിയോ കേട്ടാ. ഇത് ഞങ്ങളെ കുഞ്ഞാപ്പി വന്നിരിക്കുന്നു നോമ്പറക്കാൻ. ഇതിന് നോമ്പില്ല, പക്ഷെ വെറുതെ നോമ്പറക്കാൻ വന്നിരിക്കുകയാണ്. കെട്ടടാ ചെയ്യാത്തത് നോക്കി നടത്തുന്ന ആളാ. അവിടെ എല്ലാരും ഉണ്ടല്ലോ. അടുത്തുണ്ടോ നോമ്പ് മറന്നിട്ട് അവിടെ വെയ്യാതെ എടുക്കുന്ന നേരെ ഇത് ആടുണ്ട്. അത് ആടൂല. വ്ളോഗർ സെൽമുട്ടി ഇങ്ങനത്തെ ഇതിനെ പിടിച്ചിട്ട് അതൊക്കെ മനസ്സിലാത്ത അത് എന്താ പ്രശ്നം? കുഞ്ഞാ എന്താ പറയുക, ബ്ലോഗിലൊന്നും ആരും സംസാരിക്കുന്നില്ല, ആർക്കും ഡിസ്ചാർജ് സാധനങ്ങളൊക്കെ ഇറക്കില്ലേ? സാധനം ഒഴുവത് ഇല്ല ഒഴിവില്ല 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 ഉറപ്പാ. ലൈറ്റ് പൊട്ടിയതുകൊണ്ട് സാധനം പോരാ. ചെറിയ കുറ്റം കാണാൻ നിക്കാണ്. എന്നിട്ട് എന്താ അതന്നെ നമ്മള് ഫസ്റ്റ് വ്ളോഗ് ഇട്ടപ്പോ പോരാണ്ട് തളർത്തിക്കാൻ ഞാൻ വ്ളോഗ് ഇട്ടു, ഞാൻ നിർത്തി. ഇതോടുകൂടി ഞാൻ നിർത്തി. സന്തോഷം ആ പേരിന് മെയിൻ ആള് ഷോഫി വരുന്നുണ്ടോ? ഷോഫി വരുന്നുണ്ട്. ഇത്ര നേരം വ്ളോഗ് 0.5 എടുക്കുക. 0.5 എടുക്കുക വ്ളോഗ്. എനിക്കറിയാ ഇനി മുതൽ നീയാണ് എന്റെ ക്യാമറമാൻ. ഇവനാ ഇത് വാങ്ങി ചെയ്ത് സ്റ്റാമിന കുറവുള്ളൊക്കെ. ഞാൻ രാജാവായാൽ സ്റ്റാമിന കുറവുള്ളേക്കാ. നമുക്ക് കുറച്ച് ആൾക്കാരോട് സംസാരിപ്പിക്കാണ്ട്. ഷാനിഫ ഈ ഒരു അവസരത്തിൽ എന്താണ് പറയാ, എന്താ പറയാ? സഹകരിച്ച ഞങ്ങളെല്ലാവരോടും ഞങ്ങൾ ഒന്ന് നോക്കട്ടെ. എന്താണ് അഭിപ്രായം പറഞ്ഞിട്ട് എന്താണ് അതെ അല്ല അതെ ഇത് മറ്റേ സാധനല്ലോ. ഓപ്ഷൻ ആദ്യം കണ്ടല്ലോ രാത്രി കയറും. സാധനം എടുക്കാൻ പറഞ്ഞു. മെയിനായിട്ട് പ്രോത്സാഹിപ്പിച്ച ആളാണിത്. എന്ന് പറഞ്ഞേ എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്? അതെ, നമ്മളെ കലിപ്സിന്റെ പരിപാടി നോമ്പർപ്പിക്കല് അല്ല. നമ്മളിത് ആദ്യമായിട്ടല്ലേ നോമ്പർപ്പിക്കണം? അങ്ങനെ കലിപ്സ് ഫസ്റ്റത്തെ അല്ലേ? അതെ ഫസ്റ്റത്തെയാണ്.
അപ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ വേണം അല്ലേ? സക്സസ് ആവൂലേ? പക്ക. അതുകൊണ്ടാ ഏകദേശം ഇങ്ങനെ ആയി വരുന്നുണ്ട് അല്ലേ? മെയിന് നോമ്പ് വീട്ടിലേനും കുഴപ്പമില്ല. സക്സസ് അല്ലേ? സക്സസ് ആണോ? സക്സസ് ആണല്ലേ? ഇത് കത്തുവോ? കലിപ്സിന്റെ ചരിത്രത്തില് അത് വെക്കണല്ലേ പറഞ്ഞാല്? അത് പൊളിക്കും. സാധനം വരാണ്ടല്ലേ ബിഫോർ ആഫ്റ്ററും ജിസാനെ. ഈ അവസരത്തിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? 15 1000 700 15 വലിയ കണക്കാ. ചുള്ളേ എങ്ങട്ടാ? ഞാൻ പോ ചേട്ടാ. എങ്ങനെയാണ് എന്തിനാ ഇൻസുലേഷൻ? ആ അക്ബറാക്ക സംഭവം കളറാവൂലേ? കത്തൂലേ? കലിപ്സിന്റെ ചരിത്രത്തിൽ ആദ്യമായി അല്ലേ? എന്താ ഒരു ഇത് മ്ലാനത. അന്റെ കണ്ണ് ചോത്തുക്കണ്. അന്റെ കണ്ണ് ചോത്തുക്കണ്. കണ്ണ് ചോത്തുക്കണ്. കണ്ണി അങ്ങനെ നോക്കിയാൽ കിട്ടൂല. ഞാൻ കാണിച്ചു തരാം. കണ്ണി ചോത്തുക്കണ എന്റെ. അതെന്താ കണ്ണി ചോത്തുക്കണ്? കുളിച്ചിട്ടാ? എന്താ കുളിച്ചിട്ടാണ്? ആ ഞാൻ കണ്ട ബൈക്കും പോലെ പോയിട്ടാവും. മറ്റേ സാധനം കയറിട്ട് ഷാഫിന്റെ അടിപൊളി സാധനം വരാണ്ട്. റൈഫാൻക എന്താണ്? ഓക്കെ അല്ലേ? ഇത് റെഡി ആവുമോ? നടക്കൂലേ? സാധനം ആയി വരുന്നുണ്ട്. അതാണ് റിസ്ക് എടുക്കണം. നമ്മള് ശരിക്കും റിസ്ക് എടുക്കണം. ആൾക്കാർ അതൊന്നും നമുക്കൊരു വിഷയമല്ല അല്ലേ? ഇതെന്തെങ്ങനെ മുകളിലൊരിത് ജസ്റ്റ് ഒരു ഇത് ഇങ്ങനെ ആയിട്ട് ഇടുക. റൈഫാൻക ജസ്റ്റ് ഒരു ഇത് ഓരോന്ന് ഇങ്ങനെ ബ്ലാക്ക് വൈറ്റ് അങ്ങനെ കൊണ്ടുപോയി. എന്നാൽ അതിൻ്റെ ഇടയിൽ ലൈറ്റോ? കുട്ടികളൊക്കെ എടുത്തിനോടാ. ഇവനൊക്കെ മെയിൻ താരം. ഓള് പോയി. അവിടുന്ന് ഇജോ പണി ചെയ്യാനുള്ള മടി കൊണ്ട് കുളിച്ചു വന്നിക്കണേ. അല്ല ഷാഫിയൊക്കെ പിന്നെ പണി കഴിഞ്ഞു വന്നിക്ക. ഓൻ പണി കഴിഞ്ഞു വന്നാ വിചാരിക്ക. അയ്യോ ആ അപ്പൊ എന്റെ ഒറിജിനൽ ഏട്ടൻ എന്തിയെ? ഏയ് നോ മുട്ടിമുട്ട് കളിക്കരുത്. എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഭവങ്ങളാണ് അതൊക്കെ. നല്ല ഫ്രെയിം ആട്ടോ അതൊക്കെ. കിട്ടുന്ന ഫ്രെയിമാണ്. സെൽഫി എടുക്കണ്ട. സെൽഫി എന്റെ ഫോണിൽ അത് തിരിച്ചെടുത്തോ. ഷാഫി നമ്മളെ കഴിഞ്ഞ താമരശ്ശേരി പോയി നോമ്പർപ്പിക്കൽ എങ്ങനെ ഉണ്ടായിരുന്നു? അതൊന്നും ഈ കുട്ടിച്ച് പറഞ്ഞ ഓർമ്മ ഉണ്ടാ? സൽമാനാ എടാ കുളിക്കലടാ നാഫിയെ. ഞാൻ കുളിക്കാൻ പോണില്ലടാ. എടാ ഇങ്ങളൊക്കെ കുളിച്ചിട്ട് ഞാന് ഇവർക്ക് പറഞ്ഞു കൊടുത്ത നമ്മളെ താമരശ്ശേരിന്റെ പേരില് ഞാനാണ് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പിന്നെ ഇതെല്ലാം ഏറ്റെടുത്ത പോലെ ഞാൻ വർത്തമാനം കേട്ടെ. ഇവന്റ് മൊത്തം ഇങ്ങനെ എടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് എടാ ഇവന്റ് എടുത്തതാ ഈ മുത്തുമണിയാണ്. ഈ നിക്കണണ്ടാ ഷാരദി FC ഒമാൻ. എന്റെ ടീമേറ്റ് ആണ്. എന്റെ ടീമേറ്റാ. ഭയങ്കര നെയ്പ്പറമ്പ് വേണ്ട ബാക്കി മ്യൂട്ട് ചെയ്തോളാം. ഇവനാണ് നമ്മളെ അന്തർപ്പാട്. കക്കേരിക്കടുത്തൊക്കെ ഒക്കെ ഓരോന്നിന്റെ ഷേപ്പ്. ചെക്കന്മാരാണ് വെട്ടി. അതല്ല തിന്ന അവിടുത്തെ ഗൾഫക്ക് പോയപ്പോ ഒന്ന് എന്റെ ഷേപ്പ്, ഒന്ന് നുഫൈന്റെ, ഒന്ന് നാച്ചിന്റെ, ഒന്ന് ബെന്റെ ചരിത്രം.
അതാ ബുദ്ധിയുള്ള ആളെ മുഖം കാണിച്ചു കൊടുത്താണ്. ഓക്കെ ഇനി വ്ളോഗില് നടക്കാനുണ്ടായിരുന്നു. ഞാൻ ഫുള്ള് ഇട്ടിക്കണ് വ്ളോഗ് ഉണ്ടെങ്കിൽ മറ്റേ ആകെ ഒരാളാണ് ഇവിടെ ആത്മാർത്ഥമായി പണിയെടുക്കുന്നത്. സിറു ഇൻസുലേഷന്റെ ജാബിറാക്കാണ് നെടുന്തൂണ് കാലിപ്സിന്റെ ഇതാണ് ഞാൻ ഇപ്പൊ മാറുന്നോണ്ടാ ജാബിറാക്ക ചേട്ടന്റെ വെച്ചേ അത് വേണ്ട ആവശ്യമില്ല. ഇല്ലടാ വയറൊക്കെ ഫുള്ള് എവിടുക്കാ കഴിഞ്ഞോ ഫ്രൂട്ട്സ് മൊത്തം തിന്ന് തീർക്കാൻ ഒരാളവിടെ നിർത്തിയിട്ടുണ്ട്. കൊടുക്കാൻ വേണ്ടി കാത്തിക്കണം. അവിടെ കള്ളനോമ്പ് പിള്ളേരൊക്കെ ഒക്കെ പിടിച്ചിട്ടോ അവിടെ. എന്തായാലും കൊണാണ്ട് വീഡിയോ കണ്ടിട്ട് ഷർട്ടും മുണ്ടൊക്കെ ഇട്ട് മുണ്ട് ഷർട്ടൊക്കെ മാറ്റി വന്ന് സംഭവം വെറുതെ നടക്കണെങ്കിലും വേറെ വിടാ നമ്മക്കിപ്പോ ചെയ്യാനുള്ളതല്ലേ. ഡേറ്റ് ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യാം. അല്ല എക്സ്റ്റെൻഡ് ചെയ്യാം. പടാ നീച്ച് പടാ അന്നെ ഞാൻ വീഡിയോ എടുക്കണില്ല. ഇജ്ജ് വിട്ടോ ഇജ്ജ് വെറുതെ മെയിനാ നോക്കട്ടെ. വേഗം നോക്കാന് നാച്ചിന്റെ ഓർഡർ കേട്ടോ. വേഗം നോക്കാന് കാര്യങ്ങള്. രണ്ട് വണ്ടി എടുക്കാത്ത വണ്ടി അപ്പുറത്തപ്പുറം നിർത്തിയിട്ട് അതെന്താറിയോ എല്ലാ ഗ്രൂപ്പിൽ വന്നാണ്ടോ ഒരു പണി കുറച്ച് ആൾക്കാര് അതില് പെട്ട ഇവനാണ്. വെറുതെ എല്ലാരും നോക്കി നിക്കുക. എപ്പ വരാറ് പോയതാണോ? ഇജിപ്പോ വന്നിട്ട് ഞാൻ മണ്ണക്ക് തെളിവുണ്ടാ ഏത് അതിലോ ഓപ്പൺ തുടങ്ങി. ഇത് കൊറേ വേണ്ട 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 നമുക്ക് ഇവിടെ സേഫ് അല്ല. ചെക്ക വീടെത്തി. വെച്ചോണ്ടാ എന്താ പണി അറിയോ? ഇതാണ് ഷാനിഫ്. ഇവനക്ക് പണി എന്താ വെച്ച് കഴിഞ്ഞാല് ഷിപ്പിലാണ്. ഇൻട്രോ ഇത് ഷാനിഫ്, അത് റമി. ഷാനിഫിന് ഷിപ്പിലാണ് വർക്ക്. റമിക്ക് റമിക്ക് എറണാകുളത്തായിരുന്നു വർക്ക്. ഇനി ഞങ്ങൾ ഗായ്സ് ഉണ്ടാക്കാൻ പോകുന്നത് നാരങ്ങ കുലിക്കാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്. ടെക്നോളജിയെ കളികളൊക്കെ ആണോ? അത് ആ ബക്കറ്റില് വെള്ളമാണ്. ഞാൻ എടുത്തോ? ഇത് കൂടാതെ വേറെ റീൽ ഫോണുള്ളൂ. ഞാനുണ്ട്. ഞാൻ എന്ത് ചെയ്യാനാ? എത്ര ആൾക്കാർ ഫോൺ ഫോണിൽ നിസാം വരാണ്ട് ചാമ്പി എത്ര ഉണ്ട്? അത് അരമണിക്കൂർ ചാടിക്കാൻ പോയ ആരാണ് നമ്മള് അടുത്ത 2 പാർട്ട് വരുന്നുണ്ട്. അന്നത്തെ 2 പാടും. അപ്പത്തെ 1 മണിക്കൂറാ. നിങ്ങളെന്നെ കണ്ടാ മതി. നമ്മളെന്നെ ചാടിക്കാൻ പോയി അതാ കയ്യും കെട്ടിയിരിക്കണ 15 ആൾക്കാർ ഒരു പ്ലേറ്റിൽ അപ്പുറത്തും ഇപ്പുറത്തും. കൈകളാണ് കെട്ടിക്കണേ. അത്തന്റെ വയറ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നുണ്ടാ ഇതിക്കടെ കാണാം. അങ്ങനെ എടുത്തിട്ട് പോലീസ് ഈത്തപ്പായന്റെ തൊലിയൊക്കെ ഈ കക്കരിക്ക് മുറിക്കണിയ അതെന്താ? കക്കരക്ക് കൂടുതലാ.
ജിസാൻ ഓൺ പവർ അതെന്താണ് പിന്നെന്താ തോന്നണ്ടല്ലോ ജിസാൻ 10 നമ്പർ എന്താണ്ടാ ഒരു കൈ സഹായം വേണോ കൈ സഹായം വേണോ സഹായം വേണ്ട ആ 1.5 കൈയായിട്ട് എന്താട്ടാനാ ആടാ ഇന്ത്യ 1.5 കൈ മതി അതെന്താണ് ബട്ടർ പേപ്പർ ഇതൊന്ന് പൊക്കിക്കോ പൊക്കിക്കോ ഈ നായി പാൻറ് ഒത്ത കാര്യം കരിയാ സീനില്ല ചുണ്ണി പാൻ്റ് അല്ലേ വിളിക്കണ്ട ഓരങ്ങനെ ചെയ്യൂ കുഞ്ഞനക്കൊക്കെയാണ് പിന്നെ ഒന്നും ഇല്ലാത്ത ആരുതില്ലാത്ത കുഞ്ഞത് രണ്ടാമത്തെ വീട് നിന്ന് കേറൂട്ടാ ഇന്ന് രാത്രി അത് വരും എടുത്തോണ്ടിരും വരുന്നു ഷാഫി ആയിട്ട് വരുന്നു ചെക്ക ഉണ്ടല്ലോ ചെക്കുള്ള പേടിക്കാല്ല ഇത് എത്ര ചാർജ് ഉണ്ട് നേരത്തെ കാലത്ത് വരണം ഇതിനൊക്കെ നമ്മൾ ഉച്ചക്കറങ്ങല്ലേ ഇവർക്ക് എന്താ ഈ മാച്ച് ഉണ്ടായിട്ടാണ് ആ ചുണ്ണി സാധനം ഇവിടുന്ന് ഇവിടെ എന്താ പരിപാടി അതിന്റെ സെറ്റപ്പ് എങ്ങനെയാണ് നല്ല നിങ്ങൾ ശരിക്കും നോമ്പെടുക്കണേന്നിട്ടാ ചുള്ളിയെടുത്ത് അടിക്കാൻ പോണത് അതിന്റെ ഉള്ളിലൊക്കെ പോയി പിന്നെ ഞങ്ങളൊരു ചാക്കാണ് അന്ന് അടിച്ചെടുത്തു ഒരു ചാക്കര അടിച്ചെടുക്കണേ മറ്റേ സാധനം കിട്ടിയില്ലട്ടാ മറ്റേ അതില് പഞ്ചസാര കൂടി കുടിച്ചു നോക്കി ഇതിന്റെ ചെമ്മിന്റെ പകുതി ഭാഗം പഞ്ചസാര പഞ്ചസാര കൂടി ഒന്നും കൂടില്ല സാധനം സെറ്റായി കിട്ടും അല്ലേ ഞാൻ മറ്റേ പറഞ്ഞ സാധനം അവിടെ ഒലിവ് 100 പഞ്ചസാര എല്ലാവർക്കും കേറി സബ്സ്ക്രൈബ് ചെയ്തിട്ടാ മെയിനാണ് ഞാനല്ല ആലോചിക്കണേ അടുത്ത് എന്തിനാണ് ഇത്ര പ്ലേറ്റിൽ സൽമാനാണ് കുത്തി ചെലവാണ് ഇത്ര പ്ലേറ്റ് എന്താ ചെയ്യാ അത് നല്ല ഇത് വരുള്ളൂ ആ പീനൊക്കെ എടുത്ത് ഇതാക്കിയോ അതിന് മുറിക്കണവര് കൊടുത്തോളൂ ഞാൻ കൂടി നമ്മൾ എളുപ്പമാക്കി കൊടുത്തേക്ക് വെള്ളം കുടിക്കാതിരിക്കണല്ലോ ആ സാധനം ഓടണേ
എല്ലാരും ചർച്ചിൽ പിന്നാലെ നമ്മളിട്ടാ അടിച്ച് കുളിച്ചാ അപ്പുറം അത് മാറിക്കോട്ടെ കുഴപ്പമില്ല അവിടെ വലിച്ചു പിടിക്കറാ എന്നിട്ട് അതിൽ ഇറക്കി വെച്ചോ അങ്ങനെ പിടിച്ചോ ആയിക്കോട്ടെ ആയിക്കോ വെച്ചോളൂ ആളെ പിടിച്ചിട്ടാണ് ഇവിടെ ഇരിക്കാൻ കണ്ടത് ആ ചെക്കൻ കാര്യമാണ് നിലത്തിറക്കി ശരിയപ്പോ ആകെ വരകും കിടന്നു എടാ രണ്ടും എന്താണ് കുഴപ്പമില്ല ഇത് അണിമാത്ത മുറിക്കടാ പിന്നെ മുറിക്കാം ഗ്ലാസ് ഇല്ല ഞാൻ ഗ്യാരണ്ടി അത് നല്ലൊരു റെഡി അല്ല കുടിവെള്ളം ഇല്ലെങ്കിൽ നോമ്പറക്കൂലിട്ട അവിടെ അവിടെ ഒഴിച്ചിടാ വെച്ചിടുന്നത് വെള്ളം ഒഴിച്ചിടാ അവിടെ ചുള്ളി നോമ്പ് കുറിച്ചാ അവിടെ വാങ്ങൊക്കെ 10 മിനിറ്റ് അത്യാവശ്യം നോമ്പ് കുറിച്ചാ ആരെങ്കിലും ഒക്കെ ടെസ്റ്റ് ചെയ്യണ്ടേ ടെസ്റ്റ് എത്ര ആൾക്കാരുണ്ട് ഒരു വെറൈറ്റി എടുത്തല്ലേ രണ്ടെണ്ണം കൂടി പോരെ ഇത് ചെങ്ങായി കല്യാണം ഇവിടെ ഒന്നല്ലല്ലോ ഇവിടുന്ന് അങ്ങനെ കൊണ്ടുപോയി ഈത്തപ്പഴം സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓരോ സെക്ഷനിൽ വെച്ചാൽ മതി ഇതുകൊണ്ട് ഈത്തപ്പഴം ഇതിന്റെ മേലെ ഇട്ട് കൊടുത്താൽ കഴിഞ്ഞില്ലേ കറക്റ്റില്ലേ ഒരു പാത്രം എടുത്തു പോയാ അതിന്റെ പിന്നാലെ നല്ല സ്ഥലത്തല്ലേ നമ്മളെന്നല്ലേ നാച്ച് പറഞ്ഞാണ് അവസാനമാക്കി സൽമാൻ നാച്ചല്ല സാഹിയാണ് അതന്നെ നാച്ച് പറഞ്ഞേ അല്ലാണ്ട് ഇരുന്നൂട്ടാ ഇവ ഓർഡർ ഇയാളിന് ആടെ ഇന്നൊരു ക്ലാസ്സിലുണ്ടോ ഇവിടെ ആള് കൂടിയാ ഈ പൈസ നല്ലൊരു അങ്ങനെ കാര്യങ്ങളൊക്കെ ഇരുത്തിക്കൂടെ എല്ലാരും തലക്കന്ന് ബാങ്ക് കൊടുക്കാൻ നേരം എല്ലാരും ചീനി നോക്കിക്ക കയ്യോട്ട് പോ പ്രൊഫഷണലാണ് പ്രൊഫഷണൽ ചിത്ര പറഞ്ഞല്ലേ അന്റെ ഞാൻ ആയിരിക്കുള്ളൂ ആറിന് വെച്ച് വെച്ചടാ എല്ലാത്തിലും കറക്റ്റ് കണക്കോറുണ്ട് ഭയങ്കര ഇതില് പശത്തിന് മാറ്റിക്കണ് ഞാൻ അതിലിരിക്കണോട് ആറെണ്ണം വെച്ചു ഒപ്പം വെള്ളം കുടിച്ച് അല്ല നോമ്പില്ലാത്രേ നോക്ക് നോമ്പില്ല പക്ഷെ ഇപ്പൊ വെള്ളം കുടിച്ചു ഫുള്ള് നോമ്പ് വെക്കുക എന്നിട്ട് ഓന് ഒന്നും കഴിച്ചില്ല പക്ഷെ ഒപ്പം വെള്ളം കുടിച്ചു ആര് ടെസ്റ്റ് ചെയ്യും
ടെസ്റ്റ് ചെയ്യാൻ ഇഷ്ടംപോലെ ആളുണ്ട് ഇവിടെ. അവിടെ ഇരുന്നോ? നമ്മൾ ലാസ്റ്റ് ഇരിക്കുള്ളൂ. ആരപ്പത് വരുന്നത്? അടുത്തൊക്കെ ഫസ്റ്റ് വീടണ്ട. താരോ അനക്ക് വെള്ളം ചെറ ആരാരെ ഹൻസ കയറി ചെങ്ങായി മാറണില്ല. ആദ്യം മാറാൻ പറഞ്ഞത് അവിടെ നുള്ളിഞ്ഞി പരിപാടി ഞങ്ങൾ ബാക്കി ഞാനും ബാക്ക് ചെയ്ത് റാഷൻ ടീം ഷാഫ്യു നിന്ന് കൊള്ളു. നാഫിണ്ടാ നാഫി ഉണ്ടാവില്ല. നാഫിണ്ടി നിന്ന് കൊള്ളു. അനുചിന്തനുണ്ടായിരുന്നോ? എല്ലാരും അങ്ങനെ തന്നെയാണ്. എല്ലാരും അങ്ങനെ തന്നെയല്ലോ. നിന്നോടത്തുണ്ടല്ലോ വെടി കളിച്ച്. ആ സൈലൻസ് ഒച്ചയേക്കാൾ ഒച്ച കയറിയതാ. പറയാ ഭർത്താവ് എന്തിയെ? കളി ഉന്നാൽമുടിയാകാണ് മോനെ. ഉഞ്ഞാൽമുടിയാ. തന്റെ പേരിപ്പോ വേറല്ലേ? നിന്റെ സ്നൈപ്പറിന്റെ മുന്നിൽ നീ ഒന്നുമല്ല. എന്റെ സ്നൈപ്പറിന്റെ മുമ്പില് ഒരു സീനില്ല. ഞാൻ സ്നൈപ്പർ തന്നെ എല്ലാരും പോക്കാം. ആര് നിന്നടുത്ത് മിന്നാൻ ചാറ്റിയതാ? ഏടാ തല്ലൂടണ്ട അങ്ങോട്ടാണ് അറിയില്ലട്ടാ. എന്റെ സ്റ്റാൻഡ് ഉണ്ടോ? ഇത് പറഞ്ഞോ കിബിലെടുക്ക പറഞ്ഞോ? കിബിലാണല്ലേ ഇല്ലെങ്കിൽ പേടില്ല. നാച്ചു കണ്ണാടി പേടിയാണ്. നാച്ചാവും വീഡിയോ എടുക്കാന്നൊക്കെ പറഞ്ഞ് നല്ല അതിനൊക്കെ തീട്ടമാണ്ടാവും. അല്ല നുഫേദിനെ അറിയണ്ടാവുമല്ലോ. ഇൻസ്റ്റാഗ്രാം മറ്റേ 122K കുട്ടാപ്പല്ല കുട്ടേട്ടൻ ഇന്നൊരു പുതിയ സാധനം വരണ്ട. ഉണ്ണിപ്പുലി. ആരാ അവൻ തന്നെ. അതൊന്നും തന്നെ ഒക്കെ അവൻ തന്നെ. ജിസാന അറിയണ്ടാവുമല്ലോ. ജിസാന എന്ത് ഫുട്ബോളാ? ഓ ഞാൻ ഇനി വന്നാല് എടാ ഞാൻ വന്നാ റാഷിക്ക് ഇറങ്ങാൻ സ്ഥലം ഉണ്ടാവില്ല. എന്റെ സ്ഥലത്തപ്പോ കളിക്കണേ. റീപ്ലേസ്മെന്റ് ആണ്. ഇന്റെ റീപ്ലേസ്മെന്റാ. 5 പുതിയ സാധനം എടുത്തിട്ടോ. 5 റാഷിന്റെ റീപ്ലേസ്മെന്റ് ആണ്. പക്ഷെ എനിക്ക് പറ്റുന്നില്ല. എന്റെ റീപ്ലേസ്മെന്റ് ഇതാക്കാൻ പറ്റില്ല. ഇല്ല റോഷി പറഞ്ഞാൽ എനിക്ക് റീപ്ലേസ് ചെയ്യാനില്ല. എന്നെ റീപ്ലേസ് ചെയ്യാനില്ല. എനിക്ക് ഇന്റെ പകരം ഇറങ്ങാം. റീപ്ലേസ് ചെയ്യാനില്ല. അവൻ നിങ്ങളെ പിച്ചാത്ത പിടി ഒന്ന് വരുമല്ലോ. മാറി ഒരക്ഷരം ഉണ്ടില്ല. എന്താ എന്നെ പേടിയാ. അപ്പം മാസ്
പാൻ്റെ അടുത്ത ഷർട്ട് ലൈറ്റ് ചേർത്താ ലൈറ്റ് കണ്ട ചക്കഞ്ഞ് കൊള്ളാക്കഞ്ചേ പോയി കാപ്പി കൊണ്ടേ ആ ഇങ്ങനെ ചെറിയ ചെറിയ ഫോട്ടോ എടുക്കാ മറ്റേ പേര് ഫോട്ടോ എടുക്കാൻ ജാബിറാക്കാനല്ലേ നല്ലോണം അതാ കാക്ക എടുക്കും മെയിനാണ് മീശ വെച്ചിട്ടേ കൊടുക്കും മറ്റാറ് മുടി വാർന്ന് ഇപ്പൊ വൈകുന്നേരം തുടങ്ങിയ മുടി വാരല കേട്ടോ ഞാൻ സെലിബ്രിറ്റി ആയിട്ടാ എന്റെ ക്യാമറ ആണോ മതിയാ കഴിഞ്ഞില്ല മതിട്ടാ എല്ലാരും കൊല്ലം കളിയടാ ചത്ത വല്ലോ കളിക്കുന്നു റാഷേ എന്താ കളിക്കാത്ത റാഷ് എന്താ കളിക്കാതെ മനസ്സിലാവണം മിനിമം വെച്ചിട്ടേ ഭ്രാന്തായിട്ട് മടക്കിയതാ മിനിമം വെച്ചിട്ട് കൊന്നിട്ട് പാവത്തിനെ കുട്ടി ഏത് കുട്ടി കുട്ടിയാ കുട്ടിനെ വെളിപ്പെടുത്തണ കുട്ടിയെ വെളിപ്പെടുത്തണ പേര് വെളിപ്പെടുത്തണ്ട പേര് വെളിപ്പെടുത്തണ്ട ഇല്ല പേര് വെളിപ്പെടുത്തൂല ഇല്ല റാസിന്റെ പേര് പറയണ്ട പേര് പറയണ്ട പേര് പറയണ്ട പേര് പറയല്ലേ നാഫിന്റെ കുട്ടിന്റെ പേര് വേണമെങ്കിൽ പറഞ്ഞോ അത് പറഞ്ഞോ ഇല്ലാത്ത എന്താ എല്ലാ ഫാത്തിമ ഇവിടെ ആർത്തിക്കണം ഫാത്തിമ ഉള്ള റോഷി എനിക്ക് അറിയില്ലേ ഇവനാണ് ഇവനാ അത് ചെയ്തത് ഇതാണ് നമ്മളെ ജാസി എപ്പോഴും കുറ്റപ്പുറത്തിനടി എപ്പോഴും ഉണ്ടാവും കുറ്റിപ്പുറത്ത് മേജറിനല്ല ചോദിച്ചേ പി സി ഉണ്ടോന്നാ ചോദിച്ചേ അല്ലാതെ എടുക്കും വരുത് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഇങ്ങനെ കറക്റ്റ് വെച്ച് ഇങ്ങനെ പോണം എന്താ ഇങ്ങനെ ചോദിക്കാം പക്ഷെ എന്റെ കൈയാണ് എങ്ങനെയാണ് ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പോഴാണ് ഇങ്ങോട്ട് ഇതാണ് കറക്റ്റ് ഒന്ന് കിട്ടിയല്ലോ ഒന്ന് കിട്ടിയല്ലോ എന്താണ് ഈ കിടന്ന് നേരല്ലോ ഞാൻ ഷോ ആണ് ഇത് കാണാൻ ഞാനല്ല സമീർ പോയിക്കുന്നു സമീർ തട്ടെ ചെറിയൊരു സീനല്ലോ എന്താടാ ഞാൻ
കുരിശിനെ പൈസ കിട്ടിണ്ട് 20 റുപ്യ അതാണ് ചുള്ളി ഷർട്ട് മാറ്റിയ ഫോട്ടോ എടുക്കാൻ ഫോട്ടോ എടുത്തിട്ട് ബാക്കി ഫോട്ടോ എടുത്തിട്ട് പരിപാടി കഴിഞ്ഞിട്ടാ പരിപാടി കഴിഞ്ഞ് ബാക്കി ഇനി ഫണ്ടുണ്ടെന്നാണ് വീടിട്ടുണ്ടോ അങ്ങോട്ട് പോണ്ട ഇവിടെ എടുത്താൽ മതി സംഭവം നമ്മളെ ഫോട്ടോ എടുക്കലും ഇത് കഴിഞ്ഞതിന്റെ ശേഷം അതിന്റെ ഒരാഴ്ത്താ നാഫിയ എന്താണ് പറയല്ലേ ആൾക്കൊന്നും പറയണ്ട അവരൊക്കെ ഇതാരാന്നറിയോ ആർഷിക എന്താ പാട് വെച്ചിട്ട് എടുക്കാം റാഷിയ ഇതിന്റെ റിമോട്ട് അടുത്ത ഗൈസ് നമ്മൾ ചെമ്പ് പൊട്ടിക്കാൻ പോകണം ചെമ്പ് കിട്ടിയാ അണ്ടിപ്പരിപ്പൊക്കെ മുന്തിരിയല്ല പുള്ള് ഇത് ഫുള്ള് മുന്തിരിയാണ് സാജിന്റെ ബിരിയാണി ഒരു പ്ലേറ്റ് അതൊന്നല്ല കുഞ്ഞാ അതൊന്നല്ല ഒരായിരിക്കണോ ഇപ്പൊ യുഎസ്ന്റെ പരിപാടി ഉണ്ടായിരുന്നു അവിടെ പോവാ അത് കഴിഞ്ഞിട്ട് വേറെ എവിടെ അല്ല അവിടെ പോവാ ഇതിപ്പോ ഇവിടേക്ക് വന്നിക്ക എന്താ പോവന്റെ കഥ അൻസ് അപ്പൊ നമ്മളെ യുഎസ്ന്റെ പരിപാടി കുടിക്കൂല ചെങ്ങായി യൂണീക്ക് ലുക്കാണ് ഇതാ 4 ആള് കൂടിനോട് കിട്ടണ പന്തി തന്നെ എല്ലാരും എണ്ണിച്ചാ മുട്ടുതരാം ടെക്നോളജിയാ നല്ല ഓർമ്മ ഉണ്ടായിക്കോട്ടെ ചിക്കന്റെ കഷ്ണം പോകുമ്പോ മനസ്സിലായിക്കോ എങ്ങനെ ചിക്കുട്ടിയ നല്ല ഓർമ്മ ഉണ്ടാവും ചിക്കന്റെ പീസ് പോകുമ്പോ ആ ഉള്ളിടത്തേന് പറയണോ നസുമന ഇത് ഹൈലൈറ്റ് ആട്ടാ ഉള്ളിടത്തേന് ചിക്കന്റെ പീസാണ് പോകും കാണിച്ചാൽ അപ്പുറത്ത് നിന്നോ ചാറിന് പകരം കുറച്ച് കച്ചമ്പറി അപ്പൊ പണിയിലോ നോമ്പർക്കില്ലോ കൈ പിടിച്ചല്ലേ എന്റെ അന്താനോടൊക്കെ എടാ എത്ര മക്കളുണ്ടാ അത് മതി അടഞ്ഞ തട്ട് കുറച്ച് കിട്ടോ കുട്ടികൾക്കല്ലേ ഇഷ്ടംപോലെ ചോദിച്ചോക്കെ എന്നിട്ട് ഞാൻ എന്റെ അടുത്തോ തട്ടെന്തിനാണ് ഇതിലോട്ട് കൊണ്ടുപോയി കമത്തി കൊടുക്കായിരിക്കും അങ്ങനെ കൊണ്ടുപോയിക്കോ എന്നാ ചെറിയ ലോഗ് പോകണ്ട് ഇവിടെ വലിയൊരു വിടവ് ആ വിടവിലൊരു ഇവനാ റാഷിപ്പ് ഫുൾ ബാക്ക് അല്ലേ നെയ്മർ ഫുൾ ബാക്ക് കളിക്കല് എന്നോട് പറഞ്ഞു നേരത്തെ പറഞ്ഞ ഫുൾ ബാക്ക് കളിക്കല്ലേ അപ്പൊ എന്നിട്ട് ഇപ്പൊ പറയാ നെയ്മർ നെയ്മർ അത്ര നെയ്മർ ഫുൾ ബാക്ക് കളിക്കാം
നെയ്മറിന്റെ കളിയല്ലോ, റാഷ്ഫോർഡിന്റെ കളിയല്ലേ? ചോദിക്കാണ്ട് എല്ലാരും തിന്നണ്ടല്ലേ എന്താ പരിപാടി? എങ്ങനെയുണ്ട് ഫുഡ്? വേറെ ഡയലോഗ് ഉണ്ട്. എടാ അമീർ അഞ്ഞും തോർക്കണ എന്തൊക്കെ മിസ്സിംഗ് എത്ര ആള് തോർക്കാൻ മിസ്സിംഗ് ഉണ്ടല്ലോ. നല്ല ഒരു കുടുത്തകള പോലെ വണ്ടി പീസ് കൊടുക്കണ്ടായിരിക്കും. പീസ് ഉണ്ട്. ഞാൻ ഗ്രൂപ്പിൽ ഇട്ടരാ. ഗ്രൂപ്പിലെ വിട്ടരാ. മൂന്നാമത്തെ വേറെ ഫാസിലോട് ബസ് വരാൻ മതി. സബ്സ്ക്രൈബ്. കുറച്ച് ചോറ് കൊണ്ടോണോ? ഗ്ലാസ് ഉണ്ടോ? ഇവിടെ ഫുഡ് എത്തിയിട്ടില്ലേ? ഫുഡ് അവിടുന്ന് ഇങ്ങനെ വന്നോണ്ടിരിക്കണല്ലോ. അവിടെ എല്ലാരും എത്തിക്കണല്ലോ. ഇവിടെ പൈസ ഞാൻ പൈസ നോക്കി ചോദിക്കേണ്ട കാര്യമില്ല. ഞങ്ങള് പിന്നെ ഉള്ളിലേക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. അതാണ് ചോറ് ലേറ്റ് ആവും തോറും ഉള്ളിന്റെ എണ്ണം കുറയും, അതാണ് വിഷയം. വേറെ ഉള്ളി തിന്നല്ലേ ചോറും തെറ്റാത്ത നാച്ചോ വെള്ളം ഫുഡ് എത്തിയിട്ടില്ല മനസ്സിന് ചെമ്പറ്റോട് കൊടുത്തേ ചെക്കന്മാരുടെ നമ്മളിതാക്കണേ. റൈസ് വേണ്ട നമ്മുടെ റൈസ് ചാമ്പി 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 മെല്ലെ അപ്പുറത്തേക്ക് ചെക്കോട്ടിരിക്കട്ടെ. എന്താണ് സീന്? എടാ ഇരിക്ക് റാശി ഇരിക്ക്. എടാ അന്നൊന്നും കാണൂല, കുറച്ച് താന്നോ. എടാ കല്യാണ പരിപാടിയല്ല, നോമ്പറാണ്. അപ്പൊ നമ്മളെ നോമ്പ് തുറ വിജയായിട്ടാണ് തീർന്നിക്കണേ. അത്രേ ഉള്ളൂ.